പോലീസിന്റെ യശസ്വിയെത്തിയ തിരുനൂരിന്റെ ആദരണീയനായ ഡിവൈഎസ്പി ഷിജിത്ത് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സാറിന് രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നാളെ. അപ്പോൾ നമുക്ക് കിട്ടിയ ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വളരെ വിലപ്പെട്ട വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കെല്ലാം ഉണ്ട്. 80ാം സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന കുറേ സ്വാതന്ത്ര്യ പോരാളികൾ ഇപ്പോഴും ഉണ്ട്. അതിനർത്ഥം എന്താണ്? അവർക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഈ സമരത്തിലൊക്കെ പങ്കെടുത്തത്? അവർക്ക് ഏകദേശം നിങ്ങളുടെയൊക്കെ പ്രായമുള്ള സമയത്ത് അവർ വളരെ വലിയ പോരാളികളായിരുന്നു, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് 30 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 74ഉം 76ഉമാണ്. സ്ത്രീകൾക്ക് 76ഉം പുരുഷന്മാർക്ക് 74ഉം. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മെഡിക്കൽ സയൻസും സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം വളർന്നു. ലോകത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 1/5 എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഇത്രയും വലിയ ഒരു രാജ്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പ്രൗഡായ, വളരെ ഹെറിഡിറ്ററിയുള്ള, വളരെ പ്രൗഡായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ആ നമ്മുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ആരേക്കാളും കൂടുതൽ ഉത്തരവാദിത്തമുള്ള യങ്സ്റ്റേഴ്സാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസ നേർന്നു. നമസ്കാരം. നമ്മുടെ ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പരിപാടി ഔപചാരികമായി പ്രായപൂർത്തി ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പീരമിഡിന്റെ ആദരണീയനായിട്ടുള്ള ഡിവൈഎസ്പി വാക്കും പ്രവൃത്തിയും വ്യത്യാസമില്ലാതെ കൃത്യമായി നീതി നിർവഹണം നടത്തിവരുന്ന ഏറ്റവും ആദരണീയനായിട്ടുള്ള ഡിവൈഎസ്പി ശ്രീ ശ്രീജു സാറിന് തിരുവനന്തപുരം സെന്റ് ആൻസ് ഫാമിലിയോടുള്ള ഊഷ്മളമായ സ്വാഗതം ഏറെ സ്നേഹത്തോടെയും ഏറെ ആദരവോടെയും ഏറെ ദൈവത്തോടെയും നേരുകയാണ്.
ഇതുകൊണ്ട് അമ്മച്ചി അവന് ആഗ്രഹമുള്ളത് വാങ്ങിച്ചു കൊടുക്കുക. ഓ, അവന്റെ ആഗ്രഹമൊക്കെ വലുതാ. ഈ അമ്മച്ചി അതെങ്ങനെ സാധിക്കാനാ? എല്ലാം ശരിയാവും. നിങ്ങൾ ചോദിച്ചില്ലേ ശ്രീകുട്ടൻ ആരാന്ന്? അച്ചായ, അവനൊരു കപ്പലിൽ കയറണമെന്ന് ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം എന്നും അച്ചായൻസ് ഗോൾഡ്.